ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. വാൽമീകിയുടെ ആത്മകഥ. കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിനാർക്കുമാവതുമല്ലോ. ചിന്മയനായ നിൻ നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനടോ. ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ ചെയ്തേൻ പലതരം. ജന്മമാത്ര ദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ. ശൂദ്രസമാചാര തൽപരനായൊരു ശൂദ്രതരുണിയുമായി വസിച്ചേൻ ചിരം. പുത്രരെയും വളരെ ജനിപ്പിച്ചിരു നിസ്ത്രവം ചോരന്മാരോടുകൂടെ ചേർന്നു. നിത്യവും ചോരനായി വില്ലുമമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേ ചതിച്ചു ഞാൻ. എത്ര വസ്തു പരിച്ചേ ദ്വിജന്മാരോടുമത്ര മുനീന്ദ്രവനത്തിൽ നിന്നേകദാ സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ. തത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പരിച്ചിടുവാൻ മൂഢനായി. മധ്യാഹ്നമാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാമെന്നയും വിദ്രുതം നിർജനേ ഘോരമഹാവനേ ദൃഷ്ട്വാ സസംഭ്രമമെന്നോടരുൾ ചെയ്തു. തിഷ്ഠ തിഷ്ഠ ത്വയാ കർത്തവ്യമത്ര കിം ദുഷ്ടമതേ പരമാർത്ഥം പറകുന്നു. തുഷ്ട്യാ മുനിവരന്മാരരുൾ ചെയ്തപ്പോൾ നിഷ്ഠുരാത്മാവായ ഞാനും അവർകളോടിഷ്ടം മതീയം പറഞ്ഞേ നൃപാത്മജ. പുത്രധാരാദികളുണ്ടെനിക്കെത്രയും ക്ഷുത്രപ്രപീഡിതന്മാരായിരിക്കുന്നു. വൃത്തി കഴിപ്പാൻ വഴിപോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. നിങ്ങളോടും ഗ്രഹിച്ചിടണമേതാനുമിങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ. ചൊന്നാർ മുനിവരന്മാരതു കേട്ടുടനെന്നോടു മന്ദസ്മിതം ചെയ്തു സാദരം. എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം. നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ. നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നീടുമത്രൈവ ഞങ്ങൾ നിസംശയം. യുദ്ധമാകർണ്യ ഞാൻ വീണ്ടും പോയി ചെന്നു മൽപുത്ര ഭാര്യാദികളോടു
ചോദ്യം ചെയ്തേ. ദുഷ്ടകർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെ ഒക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി. തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിടുമോ? മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു. സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിനുത്തരമായവരെന്നോടു ചൊല്ലിനാർ. നിത്യവും ചെയ്യുന്ന കർമ്മഗുണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേവരൂ. ഞാനും അതു കേട്ടു ജാത നിർവേദനായി മനസ്സേ ചിന്തിച്ചോരോ തരം. താപസന്മാർ നിന്നരുളുന്ന ദിക്കിനു താപേന ചെന്നു നമസ്കരിച്ചിടിനേ. നിത്യതബോധന സംഗമഹേതുനാ ശുദ്ധമായി വന്നതൻ അന്തഃകരണവും തെക്വാ ധനുഷരാദ്യങ്ങളും ദൂര ഞാൻ ഭക്ത്യാ നമസ്കരിച്ചേൻ പാദസന്നിധൗ. ദുർഗതി സാഗരേ മഗ്നനായി വീഴുവാൻ നിർഗമിച്ചിടുമെന്നെ കരുണാത്മനാ രക്ഷിച്ചുകൊള്ളേണമേ. ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മനാ. സ്പഷ്ടമിത്യുക്ത്വാ പതിതം പദാന്തികേ ദൃഷ്ട്വാ മുനിവരന്മാരുമരുൾ ചെയ്തു. ഉത്തിഷ്ഠ ഭദ്രമുത്തിഷ്ഠതേ സന്തതം സ്വസ്ത്യസ്തു ചിത്തശുദ്ധി സദൈവസ്തുതേ. സത്യഫലം വരും സജ്ജന സംഗമാൻ വിദ്വജ്ജനാനാ മഹത്വമേതാദൃശം. ഇന്നു തന്നെ തരുന്നുണ്ടൊരുപദേശമെന്നാൽ നിനക്കതിനാലേ ഗതി വരും. അന്യോന്യമാലോകനം ചെയ്തു മാനസേ ധന്യതബോധനന്മാരും വിചാരിച്ചു. ദുർവൃത്തനേറ്റം ദ്വിജാധമനാമിവൻ ദിവ്യജനത്താലുപേക്ഷനെന്നാകിലും രക്ഷരക്ഷേതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോഭിവ. മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രദാനേന. ഇത്തമുക്ത്വാ രാമനാമവർണ്ണദ്വയം വ്യത്യസ്തവർണ്ണരൂപേണ ചൊല്ലിത്തന്നാർ. നിത്യം മരാമരേത്യവം ജപിക്കനീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ടനാരതം. ഞങ്ങളിങ്ങോട്ടു വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നിടുന്നീ. യുദ്ധമനുഗ്രഹം ദത്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യപഥാഗമിച്ചീടിനാർ. നത്വാ മരേതി ജപിച്ചിരുന്നേനഹം ഭക്ത്യാ സഹസ്രയോഗം കഴിവോളവും.
പുറ്റുകൊണ്ടെന്നുടൽ മൂടിച്ചമഞ്ഞിതു, മുറ്റും മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും. താപസേന്ദ്രന്മാരുമന്നെഴുന്നള്ളിനാർ, ഗോപതിമാരുദയം ചെയ്തതുപോലെ. നിഷ്ക്രമിച്ചിടെന്നു ചൊന്നതു കേട്ടു ഞാൻ, നിർഗമിച്ചിടിനേനാശു നാകൂതരാത്. വാൽമീക മധ്യതോ നിന്നു ജനിക്കയാലം മുനീന്ദ്രന്മാരഭിധാനവും ചെയ്താൻ. വാൽമീകിയാ മുനിശ്രേഷ്ഠൻ ഭവാൻ, ബഹുലാംനായ വേദിയായി ബ്രഹ്മജ്ഞനാഗനീ. എന്നരുൾ ചെയ്തെഴുന്നള്ളി മുനികളും, അന്നു തുടങ്ങി ഞാനിങ്ങനെ വന്നതും. രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി, രാമാ ഞാനിങ്ങനെയായി ചമഞ്ഞിടിനേ. ഇന്നു സീതാസുമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കാൺമതിന്നവകാശവും. വന്നതെനിക്കു മുന്നം ചെയ്ത പുണ്യവും, നന്നായി ഫലിച്ചു കരുണാജലനിധേ. രാജീവലോചനം രാമം ദയാപരം, രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷാ. കാണായ മൂലം വിമുക്തനായേനഹം, ത്രാണനിപുണാ ത്രിദശകൂലപതേ. സീതയാ സാർദ്ധം വസിപ്പതിനായൊരു മോദകരസ്ഥലം കാട്ടിത്തരുവൻ ഞാൻ. പോന്നാലുമെന്നെഴുന്നള്ളിനാനന്ദികേ, ചേർന്നുള്ള ശിഷ്യ പരിവൃതനാമുനി. ചിത്രകൂടാജലേ ഗംഗയോരന്തരാ, ചിത്രമായോരുടജം തീർത്തുമാമുനി. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും അക്ഷി വിമോഹനമായി രണ്ടു ശാലയും നിർമ്മിച്ചിവിടെയിരിക്കുന്നരുൾ ചെയ്തു. മന്മഥതുല്യൻ ജനകജ തന്നോടും, നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും, ബ്രഹ്മാത്മനാമരുവീടിനാൻ രാമനും. വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ, കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും, സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദമുൾക്കൊണ്ടുമേവിനാൻ. ദേവമുനിവര സേവിതനാകിയ ദേവരാജൻ ദിവി വാഴുന്നതുപോലെ. കർണാമൃതം തവ നാമമാഹാത്മ്യമോ. ശ്രീരാമചന്ദ്രന്റെ ആ നാമമാഹാത്മ്യം കർണാമൃതമാണ്, ചെവിക്ക് അമൃതതുല്യമാണ്. അത് വർണ്ണിപ്പതിന് ആർക്കും ആവതുമല്ലല്ലോ. ചിന്മയനായ നിൻ നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനെടോ. ഈ ഞാൻ ഇങ്ങനെ ഒരു ബ്രഹ്മർഷിയായി തീർന്നത് ചിന്മയനായ ചിത്സ്വരൂപനായ നിന്റെ ആ നാമമഹിമയാലാണ്. ദുർമതി, ഞാൻ ഒരു ദുർമതിയായിരുന്നു, ഒരു ദുരാചാരനായിരുന്നു. ആ ഞാൻ കിരാതന്മാരുമായിട്ട്, എൻ്റെ കൂട്ടാളികളായ കിരാതന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ
ഒട്ടും മര്യാദയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തേൻ പലതരം. എന്നാൽ വാൽമീകി പറയുന്നു, അദ്ദേഹം ജന്മമാത്ര ദ്വിജത്വം, അദ്ദേഹം ജനിച്ചത് ബ്രാഹ്മണനായിട്ടാണ്. പക്ഷെ അത് ജന്മം കൊണ്ട് മാത്രമേ ബ്രാഹ്മണനായുള്ളൂ, കർമ്മം കൊണ്ടായില്ല. എന്തോ കാരണത്താൽ അദ്ദേഹം ഈ കിരാതന്മാരുടെ കൂട്ടത്തിൽ പെട്ടു. അങ്ങനെ ജന്മമാത്രം ഈ ഒരു ബ്രാഹ്മണത്വം, ദ്വിജത്വം മുന്നമുള്ളതും മുമ്പേ ഉണ്ടായിരുന്നു. പക്ഷേ ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ, എന്നാൽ ഒരു ബ്രാഹ്മണൻ അനുഷ്ഠിക്കേണ്ട എല്ലാ കർമ്മങ്ങളും ഞാൻ വെടിഞ്ഞു. എന്നിട്ട് ശൂദ്ര സമാചാര തൽപരനായൊരു, തികച്ചും ശൂദ്രന്റെ ഒരു ജീവിത വ്യാപാരത്തിലേക്ക് ഞാൻ തരം താണുപോയി. എന്നിട്ട് ശൂദ്ര തരുണിയുമായിട്ട്, അതേ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ ഞാൻ വിവാഹം കഴിച്ച് വസിച്ചേൻ ചിരം. ഒരുപാട് കാലം വസിച്ചു. അതിൽ പുത്രരെയും വളരെ ജനിപ്പിച്ചിതു. അതിലൊരുപാട് കുട്ടികളുണ്ടായി. എന്നിട്ട് നിസ്ത്രപം, ഒരു ലജ്ജയും കൂടാതെ, കുറ്റം ചെയ്യാൻ ഒരു നാണവുമില്ലാതെ, ചോരന്മാരോടുകൂടെ ചേർന്ന്, ഒരുപാട് കള്ളന്മാരുടെ ഒരു കൂട്ടും എനിക്കുണ്ടായിരുന്നു. അങ്ങനെ നിത്യവും ചോരനായി വില്ലുമമ്പും ധരിച്ച് എത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ. എത്രയോ ജന്തുക്കളെ ഞാൻ ചതിച്ചു കൊന്നിട്ടുണ്ട്. എത്ര വസ്തു പറിച്ചേൻ ദ്വിജന്മാരോടുമത്ര. അതേസമയം ആ വഴി പോകുന്ന ബ്രാഹ്മണന്മാരെയൊക്കെ ഞാൻ പിടിച്ചു പറിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കെ അത്ര മുനീന്ദ്രവനത്തിൽ നിന്ന് ഏകത, തൊട്ടടുത്തുള്ള മുനിമാരുടെ ഒരു വനമുണ്ട്, അവിടെ നിന്ന് ഒരിക്കൽ സപ്തമുനികൾ, ഒരു 7 മുനികൾ വരുന്നത് കണ്ടു ഞാൻ. അങ്ങനെ എനിക്ക് ഇന്നത്തെ ഇരയായി എന്ന ചിന്തയോടെ തത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായിട്ട്. എല്ലാ സാധാരണക്കാരെയും പോലെയാണ് ഈ മഹർഷിമാർ എന്ന ചിന്തയാൽ ഞാൻ പിടിച്ചു പറിക്കാൻ ചെന്നു എന്നതിനാലാണ് പറയുന്നത്, മൂഢത്വം കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. എന്നാൽ അവരാകട്ടെ എങ്ങനെയായിരുന്നു? മധ്യാഹ്ന മാർത്താണ്ഡ തേജസ്വരൂപികൾ. മധ്യാഹ്ന സൂര്യനാണ് മാർത്താണ്ഡൻ, സൂര്യൻ. ഉച്ച സമയത്ത് സൂര്യൻ എങ്ങനെയാണോ കത്തിജ്വലിക്കുന്നത് അതേപോലെയുള്ള തേജസ്, അത് അങ്ങനെയുള്ള തേജസ്വരൂപികൾ. അവർ നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാം എന്നെയും, നിർദ്ദയം, അവരോട് ഒരു ദയയുമില്ലാതെ പ്രാപ്തനാം, അവരുടെ അടുത്ത് വന്ന ദുഷ്ടനാം എന്നെയും, എന്നെ വിദ്രുതം, അവരുപോലും പ്രതീക്ഷിക്കാത്ത വേഗത്തിലാണ് ഞാൻ അവരുടെ അടുത്തെത്തിയത്. അങ്ങനെ നിർജ്ജനെ, ആരും വിളിച്ചാൽ കേൾക്കാനില്ലാത്ത ആ ഘോര മഹാവനത്തിൽ ദൃഷ്ട്വാ, എന്നെ കണ്ടിട്ട് സസംഭ്രമം എന്നോട് അരുൾ ചെയ്തു. അവർ ഒന്ന് പേടിച്ചു, കാരണം അവിചാരിതമായി മുന്നിൽപ്പെട്ടതുകൊണ്ട്. അങ്ങനെ എങ്കിൽ പോലും അവർ ആ ഒരു മനസാന്നിധ്യം വീണ്ടെടുത്തിട്ട് എന്നോട് ചോദിച്ചു, തിഷ്ഠ തിഷ്ഠ ത്വയാ കർത്തവ്യം അത്രക്കിം. തിഷ്ഠ, നിൽക്കൂ. ത്വയാ, നിന്നാൽ അത്രക്കിം കർത്തവ്യം, നീ എന്താ ഇപ്പൊ ചെയ്യാൻ പോകുന്നത്? ദുഷ്ടമതേ, അല്ലയോ ദുഷ്ടമതേ. കാരണം ആ വരവ് കണ്ടപ്പോൾ തന്നെ ആക്രമിക്കാനാണെന്ന് മനസ്സിലായി. അതാണ്, എന്താണ് ദുഷ്ടബുദ്ധേ, പരമാർത്ഥം പറകെന്ന്, നീ സത്യം പറയുക. തുഷ്ട്യ, വളരെ സന്തോഷത്തോടെയാണ്. അതായത് സന്തോഷത്തോടെ എന്ന് വെച്ചാൽ അവർക്ക് ഒരു ദേഷ്യവും, ഈ രത്നാകരൻ എന്നാണ് പേര്, അപ്പോ ആ കാട്ടാളനോട് തോന്നിയില്ല. അതുകൊണ്ടാണ് തുഷ്ട്യ എന്ന് പറഞ്ഞത്. അവർ ദേഷ്യപ്പെടാനല്ല പോയത്, ഇത്തരം ആളുകളോട് അവർക്ക് സഹതാപമാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു മന്ദഹാസത്തോടുകൂടെ മുനിവരന്മാരും അരുൾ ചെയ്തപ്പോൾ, നീ എന്തിനാണ്, നിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ, നിഷ്ഠുരാത്മാവായ ഞാനും അവർകളോട് ഇഷ്ടം മതീയം പറഞ്ഞേൻ നൃപാത്മജ. ഇവിടെ സ്വയം സമ്മതിക്കുകയാണ്, ഒരു നിഷ്ഠുരാത്മാവായിട്ടുള്ള ഞാനും അവർകളോട്, ആ സപ്തമുനികളോട് മതീയം, എന്നെക്കുറിച്ച്, ഞാൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ച് പറഞ്ഞേൻ
നൃപാത്മജ, അല്ലയോ ക്ഷത്രിയ കുലജാതനായിട്ടുള്ള രാജകുമാരനായിട്ടുള്ള അല്ലയോ രാമകുമാര. ഇനി അതിനൊരു കാരണം പറയുകയാണ്. ഞാൻ ഇങ്ങനെ പിടിച്ചു പറിക്കുന്നതിനൊക്കെ ഓരോ ന്യായീകരണം പറഞ്ഞു എന്നാണ്. പുത്രധാരാദികളുണ്ട് എനിക്ക് എത്രയും ക്ഷുദ്രപ്രപീഡിതന്മാരായിരിക്കുന്നു. എനിക്ക് പുത്രന്മാരുണ്ട്, ഭാര്യയുണ്ട്. അവരൊക്കെ തന്നെ വിശപ്പും ദാഹവും അടക്കാൻ, അതാണ് ക്ഷുദ്രപ്രപീഡിതന്മാർ, വിശപ്പും ദാഹവും കൊണ്ട് പീഡിതന്മാരായിരിക്കുന്നു. അവർക്ക് വൃത്തി കഴിപ്പാൻ, അവരുടെ നിത്യവൃത്തി കഴിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കണമെങ്കിൽ എനിക്കിങ്ങനെ പിടിച്ചു പറിക്കണം. അതിനായിട്ട് വഴിപോക്കരോട് ഞാൻ, ഇങ്ങനെ ഈ വഴിയെ പോകുന്നവരോട് നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. സത്യസന്ധനായ കള്ളൻ എന്ന് പറയില്ലേ, അതുപോലെ പറയേണ്ടത് പറയേണ്ട രീതിയിൽ നേരെ അങ്ങോട്ട് പറഞ്ഞു. നിങ്ങളോടും ഗ്രഹിച്ചിടണം ഏതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ. അവിടെ കള്ളം പറഞ്ഞില്ല. ഞാൻ നിങ്ങളെ കണ്ടപ്പോഴും ഇതേ കാര്യത്തിന് തന്നെയാണ് വന്നത്. നിങ്ങളിൽ നിന്നും എന്തെങ്കിലും പിടിച്ചു പറിച്ച് എനിക്കും എന്റെ കുടുംബത്തിനുമുള്ള നിത്യവൃത്തിക്കുള്ള വക കണ്ടെത്താം എന്ന ആഗ്രഹത്തോടുകൂടെ തന്നെയാണ് വന്നത്. ചൊന്നാർ മുനിവരന്മാരതു കേട്ടുടൻ എന്നോട് മന്ദസ്മിതം ചെയ്തു സാദരം. ഇങ്ങനെ സത്യം സത്യമായി പറയുന്ന ആ കാട്ടാളനോട് ഈ മുനിമാർ ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നത് കേൾക്കണം. എന്താണ്? നിൻ കുടുംബത്തോട് ചെന്ന് ചോദിക്ക, നീ അവർക്കു വേണ്ടി പിടിച്ചു പറിക്കുന്നു, ഇത്തരം ദുർമര്യാദകളായിട്ട് മറ്റുള്ളവരോട് പെരുമാറുന്നു എന്നല്ലേ പറഞ്ഞത്? എങ്കിൽ ശരി, അവരോട് പോയി ചോദിക്കൂ, നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ പാപം ചെയ്യുന്നത്, അത് നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ? നിങ്ങളും ആ പാപത്തെ പകുതി ആക്കിയിട്ട് നിങ്ങളും അത് ഭുജിക്കുമോ? നിങ്ങൾ ആ പാപം ഏറ്റെടുക്കുമോ എന്ന് നീ ചെന്ന് ചോദിച്ചു വരുവോളം, ഇങ്ങനെ നീ പോയി ചോദിക്കൂ, അങ്ങനെ നീ വരുവോളം നിന്നീടുമത്രയേവ, ഞങ്ങൾ ഇവിടെ തന്നെ ഞങ്ങൾ നിൽക്കും നിസ്സംശയം. നിനക്ക് സംശയമൊന്നും വേണ്ട. അപ്പോ നമ്മളെ പറ്റിക്കാനാണോ അല്ല സത്യസന്ധമായിട്ടാണോ പറയുന്നത് എന്ന് ഒരാളുടെ മുഖത്ത് നോക്കിയാൽ അവരുടെ മുഖചലനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അതിനാദ്യം വേണ്ടത് നമ്മൾ സത്യസന്ധരായിരിക്കുക എന്നതാണ്. അപ്പൊ ഇവിടെ കാട്ടാളനാണെങ്കിലും പിടിച്ചുപറിക്കാരനാണെങ്കിലും ഈ രത്നാകരൻ എന്ന ആ കള്ളൻ ഒരു സത്യസന്ധനായിരുന്നു. അതായത് പറയേണ്ടത് പറയേണ്ട രീതിയിൽ പറഞ്ഞു. പക്ഷേ എനിക്കിങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഇങ്ങനെ മോഷ്ടിച്ചിട്ട് മാത്രമേ എനിക്ക് നിത്യവൃത്തി കഴിക്കാൻ സാധിക്കുള്ളൂ എന്ന് ഒട്ടും കാപട്യമില്ലാതെ പറഞ്ഞ ആ ആളാണ് പിന്നീട് ഋഷിയായി മാറിയത്. അപ്പൊ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കാപട്യമില്ലായ്മ, അങ്ങനെയുള്ളയാൾ ഏതു വലിയ കുറ്റവാളിയുമാകട്ടെ അയാൾക്ക് ആധ്യാത്മിക പാതയിൽ ഒരു സ്ഥാനമുണ്ട്. കാരണം ആധ്യാത്മികത എന്നത് നിഷ്കപടന്മാർക്കുള്ളതാണ്. അതേസമയം ഭക്തി ഉണ്ടെന്ന് സ്വയം വിശ്വസിക്കുകയും വിശ്വാസികളായിട്ട് ഇരിക്കുകയും എന്നാൽ കാപട്യമുള്ളവരായിട്ട് അകത്തൊന്നും പുറത്തൊന്നുമായിട്ട് കഴിയുന്നവർക്ക് ആധ്യാത്മികത ചേർന്നതല്ല. അതാണ് നമ്മളെ ഈ കഥയൊക്കെ പഠിപ്പിക്കുന്നത്. ഇവിടെ അത്രയും ക്രൂര സ്വഭാവം, ക്രൂരത എന്ന് വെച്ചാൽ മറ്റുള്ളവരെ പിടിച്ചു പറിച്ച് തൻ്റെ നിത്യവൃത്തി കഴിക്കുന്നു, പക്ഷേ ഞാൻ ഇങ്ങനെയാണ് എന്ന് തുറന്ന് സമ്മതിച്ച് ആ ഒരു നിഷ്കാപട്യം, അതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മാത്രമല്ല താൻ സത്യം പറഞ്ഞു, അതുപോലെ തന്നോടും ആ മുനിമാർ സത്യം പറയുന്നു എന്ന വിശ്വാസത്തിൽ നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഞാൻ പോയി ചോദിച്ചു വരട്ടെ എന്ന രീതിയിൽ പോയി ചോദിക്കുകയാണ്. ഇത്തമാകർണ്യ എന്ന് കേട്ടിട്ട് ഞാൻ വീണ്ടും പോയി ചെന്ന് മൽപുത്ര ഭാര്യാദികളോട് ചോദ്യം ചെയ്തേൻ. അവരോട് ചോദിച്ചു,
ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു. ഭരിക്കുക എന്നാൽ സംരക്ഷിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഞാൻ നിങ്ങളെ സംരക്ഷിക്കാൻ ഒരുപാട് ദുഷ്ടകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അതാണ് സഞ്ചയം. ഒരു സഞ്ചിയിൽ നിറച്ച് വെക്കാൻ അത്രയും ഉണ്ട്, അത്രയും പാപകർമ്മങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ ഭരിക്കുന്നു, സംരക്ഷിക്കുന്നു. തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ? അത് ഞാൻ ചെയ്യുന്ന ഈ പാപകർമ്മങ്ങളുടെ ഒരു പകുതി അത്രയെങ്കിലും ആ പാപം നിങ്ങളും വാങ്ങുമോ? അതോ മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു, അതോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നാലും ഞാൻ ചെയ്യുന്ന പാപം ഞാൻ തന്നെ ഭുജിക്കണം എന്നുണ്ടോ? സത്യം പറയണം എന്ന് ഞാൻ ചൊന്നതിന് ഉത്തരമായി അവരെന്നോട് ചൊല്ലിനാർ. അപ്പോൾ ഭാര്യ പറയുകയാണ്, നിത്യവും ചെയ്യുന്ന കർമ്മഗുണഫലം, നിങ്ങൾ ആരായാലും ശരി, ചെയ്യുന്ന കർമ്മത്തിന്റെ ആ ഗുണഫലം കർത്താവൊഴിഞ്ഞ് മറ്റന്യൻ ഭുജിക്കുമോ? ചെയ്യുന്ന ആൾക്കാണ് അതിന്റെ ഉത്തരവാദിത്തം. ആർക്കു വേണ്ടി ചെയ്യുന്നു ഇതൊന്നും അവിടെ വിഷയമല്ല. നിങ്ങൾ ചെയ്യുന്നുണ്ടോ അതാണ് വിഷയം. അതുകൊണ്ട് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. നിങ്ങൾ തന്നെ അനുഭവിക്കണം. നിങ്ങൾ ചെയ്യുന്ന പാപത്തിന്റെ പങ്ക് പറ്റി ജീവിക്കുന്നവർക്ക് അതിന്റെ പങ്കില്ലേ എന്ന് ചോദിച്ചാൽ അവരെ ആ രീതിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെയെങ്കിൽ ആ പാപവും നിങ്ങൾക്ക് തന്നെയാണ്. കാരണം അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അവിടെ ഗൃഹനാഥനാണ്. ഗൃഹനാഥൻ എന്ത് ചെയ്തിട്ടാണ് അത് തങ്ങളെ പോറ്റുന്നത് എന്നറിയേണ്ട ആവശ്യം ഭാര്യയ്ക്കില്ല എന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത്. അവിടെ ഭാര്യ ഭർത്താവിനെ വിശ്വസിക്കുകയാണ്, ഞങ്ങളുടെ ഭാരം, ഞങ്ങളുടെ സംരക്ഷണം അങ്ങയിലാണ്, അങ്ങ് അത് വേണ്ട രീതിയിൽ നോക്കുക. അപ്പോൾ നമുക്കിതിനെ വേറെ രീതിയിൽ എടുക്കാം. എന്തുകൊണ്ട് ഭാര്യയ്ക്ക് ഉപദേശിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കാം. പക്ഷെ അത് ഭർത്താവാണ് തീരുമാനിക്കേണ്ടത്, എങ്ങനെ ഞാൻ ഈ കുടുംബം പോറ്റണം. അത് സ്വീകരിക്കുന്നവർക്ക് അതിന്റെ പാപം ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ സംഭാഷണത്തിലൂടെ തന്നെ ആ കാട്ടാളൻ പറയുകയാണ്, അതായത് ഇന്നത്തെ വാൽമീകി, ഞാനും അതു കേട്ട് ജാതനിർവേദനായി, പെട്ടെന്ന് ഒരു ഷോക്കടിച്ച പോലെയായി, ജാതനിർവേദനായി, പെട്ടെന്നൊരു വൈരാഗ്യ ബുദ്ധി മനസ്സിൽ വന്നു. മാനസേ ചിന്തിച്ചോരോ തരം, അങ്ങനെ ആകെ പെട്ടെന്ന് അങ്ങോട്ട് ഡൗൺ ആവുക എന്നതുപോലെ വല്ലാത്തൊരു മാനസികമായ തലത്തിലെത്തിയിട്ട് താപസന്മാർ നിന്നരുളുന്ന ദിക്കിന് താപേന ചെന്ന് നമസ്കരിച്ചിടിനാൻ. അവരെ നമസ്കരിച്ചു. അങ്ങനെ നിത്യതപോധന സംഗമഹേതുന ശുദ്ധമായി വന്നതെൻ അന്തഃകരണവും. അവിടെ നിത്യതപോധന സംഗമഹേതുന, നിത്യരായിട്ടുള്ള ഒരുപാട് കാലമായിട്ട് തപസ് ചെയ്തതിന്റെ ആ ഒരു ഊർജം, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു തപോബലത്തിനാൽ ഉള്ളം ശുദ്ധമായ, സ്ഫടികതുല്യം ശുദ്ധമായ ആ മഹാത്മാക്കളുടെ കുറച്ചു നേരത്തെ ആ ഒരു സംഗമം കൊണ്ട് തന്നെ ഈ കാട്ടാളനിൽ ഒരു മനപരിവർത്തനം സംഭവിച്ചു എന്നാണ്. അതാണ് ശുദ്ധമായി വന്നു എൻ അന്തഃകരണവും. തെക്വ, ഉപേക്ഷിച്ചിട്ട്, ധനുശരാദ്യങ്ങളും, ധനുസ്, വില്ലും ശരവും ഒക്കെ ഞാൻ ദൂരെ ഉപേക്ഷിച്ചിട്ട് ഭക്ത്യാ നമസ്കരിച്ചേൻ പാദസന്നിധവും, അവരുടെ ആ പാദങ്ങളിൽ ഞാൻ ഭക്തിയോടെ നമസ്കരിച്ചു. ദുർഗതി സാഗരെ മഗ്നനായി വീഴുവാൻ നിർഗമിച്ചിടും എന്നെ. ഈ ദുർഗതി, ഒരു ദുർഗതിക്കുള്ള ഒരു വഴിയാണ് ഞാൻ ഇതുവരെ തുറന്നിട്ടത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ കർമ്മങ്ങളും എനിക്ക് ദുർഗതിക്കുള്ളതായിരുന്നു. അങ്ങനെ അതിൽ മഗ്നനായി വീഴുവാൻ, അതിലങ്ങോട്ട് മുങ്ങിപ്പോകുവാൻ നിർഗമിച്ചിടും. അതിനു വേണ്ടി എന്ന പോലെയായിരുന്നു ഞാൻ ഇത്രയും കാലം പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന എന്നെ
കരുണാത്മനാ രക്ഷിച്ചു കൊള്ളേണമേ, കരുണ തോന്നേണമേ എന്നിൽ. ഞാൻ ഇങ്ങനെ ആ ഒരു പാപിയായിട്ട് പതിച്ചു പോവുകയായിരുന്നു. അതിൽ നിന്ന് എന്നെ ഒന്ന് കൈപിടിച്ചുയർത്തൂ. രക്ഷിച്ചു കൊള്ളേണമേ, ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മനാം. എന്നെ രക്ഷിക്കൂ. ശരണാഗതരായിട്ടുള്ള, തന്നെ ശരണം പ്രാപിച്ചു വരുന്നവരെ രക്ഷിക്കുക എന്നത് മഹാത്മനാം ഭൂഷണം, മഹാത്മാക്കൾക്ക് ഭൂഷണമാണല്ലോ. അതുകൊണ്ട് ഞാനിതാ ശരണം പ്രാപിക്കുന്നു. എന്നെ ഈ പാപവഴിയിൽ നിന്ന് മോചിപ്പിച്ചാലും കരുണയോടെ എന്നെ ഒന്ന് പിടിച്ചുയർത്തൂ. സ്പഷ്ടം ഇത്യുക്തുവ, ഇപ്രകാരം സ്പഷ്ടമായി പറഞ്ഞിട്ട് പതിതം പദാന്തികെ, ആ സപ്തമുനികളുടെ ആ പാദങ്ങളിൽ നമസ്കരിച്ച ആ കാട്ടാളനെ ദൃഷ്ടുവ, കണ്ടിട്ട് മുനിവരന്മാരും അരുൾ ചെയ്തു. ആ മുനിശ്രേഷ്ഠന്മാർ ഇപ്രകാരം പറഞ്ഞു: ഉത്തിഷ്ഠ ഭദ്രം ഉത്തിഷ്ഠ, എഴുന്നേൽക്കൂ. തേ സന്തതം സ്വസ്തി അസ്തു, നിനക്കെപ്പോഴും മംഗളം ഭവിക്കട്ടെ. ചിത്തശുദ്ധി സദൈവസ്തു തേ, നിനക്കെപ്പോഴും ചിത്തശുദ്ധി ഉണ്ടായിരിക്കട്ടെ. സദ്യ ഫലം വരും സജ്ജന സംഗമാത് വിദ്വജ്ജനാനാ മഹത്വമേതാദൃശം. സജ്ജന സംഘത്തിന് പെട്ടെന്ന് ഫലം തരാൻ സാധിക്കും. കാരണം വിദ്വജ്ജനാനാം, വിദ്വജ്ജനം എന്നാൽ ആ ആത്മീയ പാതയിൽ ഒരുപാട് മുന്നേറി ചിത്തശുദ്ധി കൈവന്ന, അല്ലെങ്കിൽ ഇതുപോലെയുള്ള തപോധനന്മാരായിട്ടുള്ള ആളുകളുടെ ആ ഒരു സജ്ജന സംസർഗം അതിനത്രയും മഹത്വമുണ്ട്. അതുകൊണ്ട് തന്നെ അത് കുറച്ചു നേരം കിട്ടിയാൽ മതി, അതിന് വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ഇത് നമ്മുടെ സനാതന ധർമ്മത്തിന് ക്ഷേത്ര ദർശനത്തെക്കാളും പ്രാധാന്യമാണ് സജ്ജന സംസർഗത്തിന്, സത്സംഗത്തിന് ഉള്ളത്. സത്സംഗം എന്നതുകൊണ്ട് ആ സത്തായിട്ടിരിക്കുന്ന, ശരിക്കും ഈശ്വരനെ അറിഞ്ഞ് അനുഭവിക്കുന്ന, മറ്റൊരാൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു പ്രചോദനം ആവാൻ സാധിക്കുന്നവരുടെ ഒരു സംസർഗമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ക്ഷേത്രത്തിൽ പോയാൽ പോകുന്നതും വരുന്നതും ഒരേ നമ്മൾ തന്നെയായിരിക്കും. അതായത് മനസ്സിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ക്ഷേത്രത്തിൽ പോയ അതേ ആള് തന്നെയാണ് തിരിച്ചു വരിക. അവിടെ പോയി കിട്ടുന്ന ഒരു താൽക്കാലികമായിട്ടുള്ള ഊർജം എന്നല്ലാതെ മറ്റൊരു മാറ്റവും ഒരു മനുഷ്യനും ഉണ്ടാകുന്നില്ല. അതിന്റെ തെളിവാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നോക്കിയാൽ മതി. വിശ്വാസികൾ എന്ന് പറയുന്നവർക്ക് പോലും അവരുടെ മനസ്സിനൊരു ചിത്തശുദ്ധി ഒന്നും ഉണ്ടാവുന്നില്ല. അവർ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെയായിരിക്കും ജീവിതകാലം മുഴുവൻ. കാരണം ക്ഷേത്രത്തിൽ നിന്ന് ഒരു ഊർജമേ കിട്ടുന്നുള്ളൂ. വേറെ യാതൊരു വിധത്തിലുള്ള മനംമാറ്റത്തിനുള്ള സാധ്യത അവിടെ ഇല്ല. എന്നാൽ ഒരു യോഗിയെ, ഒരു ജ്ഞാനിയെ, ഒരു ഭക്തനെ കാണാൻ പോയാൽ അങ്ങനെയല്ല. ഒരു 10 മിനിറ്റ് നേരം ആ ഭക്തനോട് കുറച്ചു നേരം ഒന്ന് സംസാരിച്ചാൽ മതി. മനസ്സിന് എന്തെന്നില്ലാത്ത എന്തോ ഒരു മാറ്റം. പോയ ആളല്ല പിന്നെ തിരിച്ചു വരിക. ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടാവും. അതിനെ പിന്നെ നമ്മൾ ഊതി കത്തിച്ച് ഒരു അഗ്നിയായിട്ട് അങ്ങനെ ജ്വലിപ്പിക്കണം. അതിന് ഇതേ ആളിന്റെ, ഇതേ ഭക്തന്റെ അല്ലെങ്കിൽ ഗുരുവിന്റെ, അതാരാണോ ആ ആളിന്റെ സാന്നിധ്യം നമുക്ക് പ്രയോജനപ്പെടുത്താം. അതിനാണ് സത്സംഗത്തിന് ഇത്രയധികം പ്രാധാന്യം നമ്മുടെ സനാതനധർമ്മത്തിന് ഉള്ളത്. ക്ഷേത്ര ദർശനത്തിന് നമുക്ക് ഈ ഒരു മാറ്റം വരുത്താൻ സാധിക്കില്ല. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്ക് അത് തെളിവാണ്. ഒരു ഊർജം കിട്ടാൻ, ആ ഒരു സാന്നിധ്യം അനുഭവിക്കാൻ പോകാം എന്നല്ലാതെ മനം മാറ്റത്തിന് അവിടെ യാതൊരു സാധ്യതയും ഇല്ല. എന്നാൽ സത്സംഗം അങ്ങനെയല്ല. നമ്മുടെ മനസ്സിനെ മാറ്റാൻ കെൽപ്പുള്ളതാണ് സത്സംഗങ്ങൾ. അതിലൂടെ കിട്ടുന്ന അറിവിലൂടെ, ചിന്തയിലൂടെ, മനനത്തിലൂടെയാണ് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കേണ്ടത്. ചിത്തശുദ്ധി കൈവരുന്ന ഒരാൾക്കുള്ള ആ ഒരു ഈശ്വരാരാധന, അതിന് പത്തര മാറ്റ് തിളക്കമുണ്ട്. അല്ലാതെ മനസ്സിങ്ങനെ ചളി പിടിച്ചയാള് എത്ര കാലം അമ്പലത്തിൽ പോയാലും
അയാൾക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. ഒരു വിശ്വാസം ഉണ്ടാകും, ഈശ്വരൻ ഉണ്ട് എന്ന വിശ്വാസം ഉണ്ടാകുമെന്നല്ലാതെ ആ വ്യക്തിക്ക് പോലും ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. എന്നാൽ സത്സംഗം അത്രയും പ്രാധാന്യമുള്ളതാണ്. ഇനി ആ മുനിമാർ പറയുന്നു, ഇന്ന് തന്നെ തരുന്നുണ്ടൊരു ഉപദേശം. ഇവിടെ ഉപദേശം പോലും കൊടുക്കാനുള്ള ഒരു മഹാമനസ്കത അവർ കാണിക്കുകയാണ്. അത് മാത്രമല്ല, ഇവിടെ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. ആധ്യാത്മിക ജ്ഞാനം ഉപദേശിക്കാനുള്ള ആദ്യത്തെ യോഗ്യത തന്നെ അതാണ്, ശരണാഗതി. ഇത് ഭഗവത്ഗീതയിലും നമുക്ക് കാണാം. ആദ്യമൊക്കെ അർജുനൻ തന്റെ പല ന്യായീകരണങ്ങളിൽ ഉറച്ചു നിന്നെങ്കിലും അവസാനം അർജുനന് മനസ്സിലായി, ഞാൻ പറയുന്നതിലൊക്കെ എന്തൊക്കെയോ പിശകുണ്ട്. അങ്ങനെ ഭഗവാനെ ശരണാഗതി അടയുന്നു. ശാധിമാം ത്വാം പ്രപന്നം, എന്നെ ഉപദേശിക്കൂ കൃഷ്ണ എന്ന് പറഞ്ഞ് ശരണാഗതി അടഞ്ഞപ്പോഴാണ് ഭഗവാൻ ഉപദേശിച്ചു തുടങ്ങിയത്. ഇതുപോലെ ആ ആധ്യാത്മിക പാതയിൽ നമുക്ക് വേണ്ടതും ഇതാണ്. എനിക്കൊന്നും അറിയില്ല, ഒന്നെന്നെ വഴി നടത്തൂ. ഇത് തന്നെയാണ് ഇവിടെ ഈ കാട്ടാളൻ പറഞ്ഞത്. എനിക്കറിയില്ല, ഞാൻ ഇതാ പതിച്ചു പോവുകയാണ്, എന്നെ ഒന്ന് കരകയറ്റൂ എന്ന് ശരണാഗതി അടഞ്ഞപ്പോഴാണ് അവർ ഉപദേശം കൊടുക്കാൻ തുനിയുന്നത്. അങ്ങനെ മുനിമാർ പറയുന്നു, ഇന്ന് തന്നെ തരുന്നുണ്ടൊരു ഉപദേശം, എന്നാൽ നിനക്കതിനാലേ ഗതി വരും, നിനക്ക് നല്ല സദ്ഗതി വരും. അങ്ങനെ അന്യോന്യം ആലോകനം ചെയ്ത് മാനസേ, ഇവർ 7 പേരുണ്ട്. അവർ പരസ്പരം നോക്കിയിട്ട് ധന്യ തപോധനന്മാരും വിചാരിച്ചു. അവർ പരസ്പരം മൗനഭാഷയിലായിരിക്കാം, അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ട് അവരിങ്ങനെ തീരുമാനിച്ചു. ദുർവൃത്തനേറ്റം, ഇവൻ ഏറ്റവും നികൃഷ്ടമായ കാര്യങ്ങൾ ചെയ്തവനാണ്. ദ്വിജാധമൻ, ബ്രാഹ്മണൻ കുലത്തിൽ ജനിച്ചിട്ടും ഏറ്റവും അധമനായിട്ട് ജീവിച്ചവനാണ്. ദിവ്യജനത്താൽ ഉപേക്ഷനെന്നാകിലും, സാധാരണഗതിയിൽ ആളുകൾ, സജ്ജനങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് മാറി നടക്കുകയാണ് ചെയ്യുക. പക്ഷേ രക്ഷേതി ശരണം ഗമിച്ചവൻ, എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഒരാൾ ശരണാഗതി പ്രാപിച്ചാൽ രക്ഷണീയൻ, അവൻ രക്ഷിക്കപ്പെടേണ്ടവനാണ്. പ്രയത്നേന, ഒരുപക്ഷെ കുറച്ച് സമയമെടുത്തായാലും അയാളെ മാറ്റിക്കൊണ്ടുവരണം. ദുഷ്ടോപിവ, അവൻ ഒരു ദുഷ്ടനാണെങ്കിൽ പോലും മോക്ഷമാർഗ ഉപദേശേന രക്ഷിക്കണം, അവനെ മോക്ഷമാർഗത്തെ ഉപദേശിച്ചുകൊണ്ട് രക്ഷിക്കണം. അപ്പൊ ഇവിടെയാണ് നമ്മുടെ സനാതനധർമ്മത്തിൽ പാപി എന്ന് പറഞ്ഞ ഒരാളെ അങ്ങോട്ട് തള്ളിവിടില്ല. അവർക്കും അവസരമുണ്ട്, അവസരം കൊടുക്കണം എന്നാണ്. അവരുടെ ആ ഒരു പ്രാരബ്ധ വാസന കൊണ്ട് അവർ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് എന്നെങ്കിലും അവർക്കൊരു ഉണ്ടായാൽ അതിലൊരു പ്രായശ്ചിത്തം ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ അവരെ ചേർത്ത് പിടിക്കണം എന്നാണ് നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് കാണിച്ചു തരുന്നത്. എന്നിട്ട് മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം, സാക്ഷാൽ പരബ്രഹ്മബോധപ്രദാനേന, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ അറിവ് തന്നെ കൊടുക്കണം എന്നാണ്. ആ ബ്രഹ്മതത്വത്തെ തന്നെ ഉപദേശിക്കണം. ഇത്തമുക്തുവ, ഇങ്ങനെ പറഞ്ഞിട്ട് രാമനാമ വർണ്ണദ്വയം, രാമനാമത്തിന്റെ ആ ഒരു അക്ഷരദ്വയം രാമ, 2 അക്ഷരം വ്യത്യസ്ത വർണ്ണരൂപേണ നേരെ തിരിച്ചിട്ട് ചൊല്ലിത്തന്നാർ. അങ്ങനെ നിത്യം മരാ മരാ ഇതി, മരാ മരാ ഇതി ഏവം ജപിക്കനി, അങ്ങനെ ജപിക്കാനാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് ചിത്തമേകാഗ്രമാക്കി കൊണ്ട് അനാരതം, ഒരു നിമിഷം പോലും വിടാതെ, അതാണ് അനാരതം. ചിത്തത്തെ ഏകാഗ്രമാക്കി, ഈ ഒരു നാമത്തിൽ മാത്രം ഏകാഗ്രമാക്കിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരുവോളവും, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നേടം വരെ പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നിടു നീ. ഇത്തമനുഗ്രഹം ദത്വാ മുനീന്ദ്രന്മാർ, ഇങ്ങനെ തന്നിട്ട് മുനിമാർ സത്വരം ദിവ്യപഥാഗമിച്ചിടിനാർ. അങ്ങനെ അവർ ആ ദിവ്യപഥത്തിലേറി അങ്ങനെ അവർ പോയി. നത്വ, അവരെ സ്തുതിച്ചുകൊണ്ട്, മരേതി മരാ ഇതി, അങ്ങനെയാണ് ജപിച്ചത്. ജപിച്ചിരുന്നേനഹം, ഞാൻ എത്ര കാലം, ഭക്ത്യാ സഹസ്രയുഗം,
1000 യുഗം കഴിവോളവും എന്നാണ് പറയുന്നത്. 1-2 ദിവസമല്ല. അപ്പോൾ ആ പ്രായശ്ചിത്തം കുറച്ചു നാളൊന്നും ചെയ്താൽ പോരാ എന്നതുകൂടെയാണ് ഇവിടെ കാണിക്കുന്നത്. അത്രയും ദുഷ്ടത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രായശ്ചിത്തത്തിനും കാഠിന്യം ഏറും. പക്ഷേ അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശുദ്ധരായിട്ട് മാറാൻ സാധിക്കും എന്നുകൂടെയാണ് നമുക്കൊരു പ്രതീക്ഷ തരികയാണ്. അങ്ങനെ സഹസ്രയുഗം കഴിവോളം ഇങ്ങനെ ഭക്തിയാ ചെയ്തതിനാൽ പുറ്റുകൊണ്ട് എന്നുടൽ മൂടിച്ചമഞ്ഞിതു. പുറ്റുവന്ന് മൂടി, മൺപുറ്റുകൊണ്ട് ആ ഉടൽ മുഴുവൻ മൂടി. മുറ്റും മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും. ഇദ്ദേഹത്തെ കാണാതെയായി. ഇങ്ങനെ ഒരാളിവിടെ ഇരുന്ന് ജപിക്കുന്നുണ്ടെന്ന് ആ ലോകത്തുള്ള ആർക്കും അറിയാത്തതുപോലെയായി. എന്നാൽ ഈ താപസേന്ദ്രന്മാരും അന്നെഴുന്നള്ളിനാർ. അവർ ഇത്രയും കാലം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവിടെ നിന്ന്, ആ അന്തരീക്ഷത്തിൽ നിന്ന് രാമ രാമ എന്ന ശബ്ദം കേട്ടു. അപ്പോൾ ഈ മരാമ രാമ 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 അതങ്ങനെ ആയിത്തീർന്നു. അപ്പൊ ഇത് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി, തങ്ങൾ ഉപദേശിച്ച ആ കാട്ടാളൻ ഈ മൺപുറ്റിനുള്ളിൽ ഉണ്ട്. അങ്ങനെ അവർ വന്നതിനെ ഉപമിക്കുകയാണ്. ഗോപതിമാരുദയം ചെയ്തതുപോലെ, 1000 സൂര്യന്മാരിങ്ങനെ ഉദിച്ചതുപോലെയാണ് അവർ വന്നത്. അങ്ങനെ ആ പുറ്റിനടുത്ത് വന്നിട്ട് നിഷ്ക്രമിച്ചിടൂ, നീ പുറത്തേക്ക് വരൂ എന്ന് ചൊന്നത് കേട്ടു ഞാൻ. നിർഗമിച്ചിടിനേനാശു നാഗൂദരാത്. നാഗു എന്നാൽ മൺപുറ്റ്. ആ മൺപുറ്റിൽ നിന്ന് ഞാൻ നിർഗമിച്ചിടിനേൻ ആശു. വളരെ പെട്ടെന്ന് ഞാൻ ആ പുറ്റു പൊട്ടിച്ച് പുറത്തേക്ക് വന്നു. അപ്പോഴേക്കും ജടയും താടിയും ഒക്കെയായിട്ട് ശോഷിച്ച ഒരു രൂപമായി തീർന്നിരുന്നു. അങ്ങനെ ഈ സപ്ത മുനികൾ പറഞ്ഞു, വാൽമീക മധ്യതോ നിന്ന്, ആ വാൽമീകം മൺപുറ്റ്, അതിൽ നിന്ന് ജനിക്കയാൽ അമ്മുനീന്ദ്രന്മാർ അഭിദാനവും ചെയ്താർ. ആ മുനിമാർ എന്നോട് പറഞ്ഞു, വാൽമീകിയാ മുനിശ്രേഷ്ഠൻ ഭവാൻ, അങ്ങേക്ക് ഞങ്ങളിതാ പുതിയൊരു പേരിടുന്നു. ഇത് അങ്ങയുടെ പുനർജന്മമാണ്. അങ്ങ് വാൽമീകിയായി അറിയപ്പെടട്ടെ. വാൽമീകിയാ മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുലാംനായ വേദിയായി. ആംനായം എന്നാൽ വേദം. അങ്ങക്ക് വേദമൊക്കെ അത് സ്വതവേ അറിഞ്ഞിരിക്കുകയാണ്. ആ തപസ്സുകൊണ്ട്, ഇതൊന്നും പഠിച്ചയാളല്ല, പക്ഷെ ആ തപസ്സിലൂടെ എല്ലാം മനസ്സിൽ അങ്ങോട്ട് തെളിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ബ്രഹ്മജ്ഞനാക നീ, ആ ബ്രഹ്മത്വത്തെയും നീ പ്രാപിച്ചിരിക്കുന്നു എന്നരുൾ ചെയ്തെഴുന്നള്ളി മുനികളും. അവർ ഇങ്ങനെ എന്നെ അനുഗ്രഹിച്ചതിന് ശേഷം ആ സപ്തർഷികൾ അവിടെ നിന്ന് പോയി. അന്ന് തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും. വാൽമീകി മഹർഷി പറയുകയാണ്, അന്ന് മുതൽ ഇതാ ഞാൻ ഇങ്ങനെയാണ്. രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാൻ ഇങ്ങനെയായി ചമഞ്ഞിടുന്നേൻ. അല്ലയോ ശ്രീരാമചന്ദ്ര, ആ നാമത്തിന്റെ പ്രഭാവത്താലാണ് ഞാൻ ഇങ്ങനെയായി തീർന്നത്. ഇന്ന് സീതാ സുമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കാൺമതിന് അവകാശവും, ഇങ്ങനെ നിങ്ങളെ 3 പേരെയും ഇങ്ങനെ കാണാൻ സാധിച്ചതിന് കാരണം വന്നതെനിക്ക്, അവകാശവും വന്നത്, എനിക്കതിനുള്ള ആ ഒരു സാഹചര്യം വന്നത് മുന്നം ചെയ്ത പുണ്യവും. ഇവിടെ പുണ്യം ആ തപസ്സാണ്. അങ്ങനെ ഞാൻ ചെയ്ത ആ തപസ് കാരണം ഞാൻ ഏത് നാമത്തെ ചൊല്ലി ആരാധിച്ചുവോ ആ ആളെ തന്നെ എനിക്ക് കാണാൻ സാധിച്ചുവല്ലോ. ഇവിടെ പരബ്രഹ്മസ്വരൂപം എന്ന അർത്ഥത്തിലാണ് രാമശബ്ദം എടുക്കേണ്ടത് എന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രീരാമൻ എന്ന വ്യക്തിയുടെ പേരല്ല, രാമശബ്ദം ആ പരബ്രഹ്മത്തെ തന്നെ കുറിക്കുന്ന ശബ്ദമാണ്. പരബ്രഹ്മം ഇന്ന് ശ്രീരാമചന്ദ്രന്റെ രൂപത്തിൽ വന്നിരിക്കുന്നു എന്ന രീതിയിൽ വേണം എടുക്കാൻ. അങ്ങനെ ആ രാമശബ്ദത്താൽ, ആ നാമമഹിമയാൽ എനിക്കിന്ന് ഈ ഒരു പുണ്യം ലഭിച്ചു. ആ പുണ്യവും നന്നായി ഫലിച്ചു. ഇന്നതിന്റെ ഒരു ഫലമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കരുണാജലനിധേ രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷ, തന്റെ കണ്ണുകൊണ്ട്, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണായ മൂലം വിമുക്തനായേനഹം ത്രാണനിപുണ,
ത്രാണ നിപുണൻ എന്നാൽ രക്ഷിക്കുന്നതിൽ നിപുണനായിട്ടുള്ള, അല്ലയോ ത്രിദശ കുലപതേ, ത്രിദശന്മാരായിട്ടുള്ള ആ ദേവന്മാരുടെ കുലത്തിന് എപ്പോഴും രക്ഷകനായിട്ടുള്ള അല്ലയോ ഭഗവാനെ. ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമായി പറയുന്നു, സീതയാ സാർത്ഥം വസിപ്പതിനായൊരു മോദകര സ്ഥലം കാട്ടിത്തരുവൻ ഞാൻ കാണിച്ചു തരാം പോന്നാലും എന്നെഴുന്നള്ളിനാൻ അന്തികെ ചേർന്നുള്ള ശിഷ്യപരിവൃതനാം മുനി. അങ്ങനെ തന്റെ കൂടെയുള്ള കുറെ ശിഷ്യന്മാരോടുകൂടെ വരൂ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞവരങ്ങനെ നടന്നു. ചിത്രകൂട അചലെ, ചിത്രകൂട പർവ്വതം അതിൻ്റെയും ഗംഗയോഹോ അന്തര, ഗംഗാനദിയുടെയും ഇടയിലായിട്ട് ചിത്രമായ ഒരു ഉടജം, വളരെ മനോഹരമായിട്ടുള്ള ഒരു ആശ്രമാന്തരീക്ഷം തന്നെ തീർത്തു മാമുനി. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും അക്ഷിവിമോഹനമായി 2 ശാലയും. അപ്പൊ ഏത് ദിക്കിലേക്ക് നോക്കിയാലും മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള 2 ശാലകൾ, 2 പർണശാലകൾ പണിതു. ഒന്ന് ശ്രീരാമചന്ദ്രനും സീതാദേവിക്കും, മറ്റൊന്ന് ലക്ഷ്മണനും. അങ്ങനെ ഇവർക്ക് താമസിക്കാനായിട്ട് 2 പർണശാലയും നിർമ്മിച്ച് ഇവിടെ ഇരിക്ക എന്നരുൾ ചെയ്തു. അങ്ങ് ഇവിടെ സ്വസ്ഥമായിട്ട് വാഴുക എന്ന് പറഞ്ഞു. അങ്ങനെ മന്മഥ തുല്യൻ, മന്മഥ കാമദേവന് തുല്യനായിട്ടുള്ള ആ ശ്രീരാമചന്ദ്രൻ ജനകജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാമരുവീടിനാൻ രാമനും. ആ ബ്രഹ്മസ്വരൂപൻ തന്നെയായിട്ടുള്ള ശ്രീരാമചന്ദ്രനും അങ്ങനെ ആ കാനനത്തിൽ സുഖമായി വസിച്ചു. വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ, വാൽമീകി തൊട്ടടുത്ത് തന്നെയുണ്ട്. അങ്ങനെ എല്ലായ്പ്പോഴും അദ്ദേഹത്താൽ പൂജിതനായിട്ട് കാമ്യാംഗിയായുള്ള സുന്ദരിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരം ആനന്ദം ഉൾക്കൊണ്ടുമേവിനാൻ ദേവമുനീവര സേവിതനാകിയ, ദേവമുനിമാരാൽ സേവിക്കപ്പെട്ട് ആ ഇന്ദ്രൻ സ്വർഗത്തിൽ എങ്ങനെ വസിക്കുമോ അതുപോലെ ദേവരാജൻ ദിവി വാഴുന്നത് പോലെ ദേവരാജനായിട്ടുള്ള ഇന്ദ്രൻ ദേവമുനിമാരാൽ സ്തുതിക്കപ്പെട്ടും സേവിക്കപ്പെട്ടുമൊക്കെ എങ്ങനെയാണോ വസിക്കുന്നത്, അതേപോലെ ഇവിടെ ഈ ചിത്രകൂട പർവ്വതത്തിന്റെ ആ ചുറ്റുവട്ടത്തുള്ള വാൽമീകി മഹർഷിയാലും മറ്റ് മുനിമാരാലും ആദരിക്കപ്പെട്ട് ശ്രീരാമചന്ദ്രൻ 2 പേരുമായിട്ട് സീതയോടും ലക്ഷ്മണനോടും കൂടെ സുഖമായിട്ട് അങ്ങനെ വസിച്ചു പോന്നു. ഓം ശ്രീരാമചന്ദ്രായ